Welcome to my YouTube channel Code Learner. Last video നമ്മൾ C പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ്. നിങ്ങൾക്കറിയാം ഏതൊരു സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻസും വർക്ക് ചെയ്യുന്നത് ഇൻപുട്ട് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻപുട്ട് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് കൺസെപ്റ്റാണ്. അതായത് ഒരു ഇൻപുട്ട് യൂസറുടെ നിന്ന് റീഡ് ചെയ്യും അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ വാല്യൂ റിസീവ് ചെയ്യും, ദെൻ ആ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യും, ദെൻ അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു പ്രോഗ്രാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, C പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ C പ്രോഗ്രാമിനകത്തോട്ട് യൂസറുടെ നിന്ന് വാല്യൂ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് വാല്യൂ സെറ്റ് ചെയ്യേണ്ടി വരും. ആ വാല്യൂവിനെയാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ റിസൾട്ട് ഒന്നുകിൽ മോണിറ്ററിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിക്കും. ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ സ്ലൈഡിലോട്ട് കടക്കാം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇൻ C. നിങ്ങൾക്കറിയാം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നുകിൽ ഇൻപുട്ട് മസ്റ്റായിട്ടും വേണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തായാലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകാം. അപ്പോൾ ഒരു പ്രോഗ്രാമിന് നിങ്ങൾക്കറിയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഇൻപുട്ട് റിസീവ് ചെയ്യണം, ആ റിസീവ് ചെയ്ത ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യണം, ദെൻ കറസ്പോണ്ടിങ് റിസൾട്ട് ഔട്ട്പുട്ട് ചെയ്യണം, ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബേസിലാണ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു Cയിൽ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് C പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് തന്നെ വാല്യൂ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഗ്രാമിനകത്തോട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനകത്തോട്ട് വാല്യൂസ് റീഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. വേരിയബിൾ നെയിംസ് ആർ ഇയർ, എൽ, ദെൻ എക്സ്. ഈ ഓരോ വേരിയബിളിനും വാല്യൂസും അസൈൻ ചെയ്തിട്ടുണ്ട്. ഇയർ ഈക്വൽ ടു 2005, എൽ ഈക്വൽ ടു എ എന്നുള്ളൊരു ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യുന്നത്, ദെൻ എക്സ് ഈക്വൽ ടു 1 2 3 4 5. ഇങ്ങനെ 3 വാല്യൂസാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് തന്നെ വാല്യൂ ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കസ്റ്റമറിന് ഈ കറസ്പോണ്ടിങ് വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആൾ തന്നെ പ്രോഗ്രാമിനകത്ത് തന്നെ വാല്യൂ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് മെത്തേഡിൽ സെക്കൻഡ് കേസ് പറയുന്നത് യൂസറിന് എക്സിക്യൂഷൻ ടൈമിൽ യൂസറിന് ഇഷ്ടമുള്ളൊരു വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് C കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനും അതുപോലെ വാല്യൂസ് ഔട്ട്പുട്ട് ചെയ്യാനൊക്കെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് C പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദർ ആർ നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് അവൈലബിൾ ഇൻ C ബേസ്ഡ് ഓൺ ദി ഡാറ്റ ടൈപ്പ്. അതായത് പല ടൈപ്പിലുള്ള ഡാറ്റ നിങ്ങൾക്കറിയാം, ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ വരാം, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ഡാറ്റ വരാം, ക്യാരക്ടർ ടൈപ്പ് വരാം, സ്ട്രിംഗ് ടൈപ്പ് വരാം. അപ്പോൾ ഏത് ടൈപ്പ് ഡാറ്റ ആയിക്കോട്ടെ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് മോണിറ്ററിനകത്തോട്ട് പ്രിൻറ്റ് ചെയ്യാനും അതുപോലെ കീബോർഡിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യാനും ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി Cക്കകത്ത് മെയിനായിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് 2 ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഫോർമാറ്റഡ് ഫങ്ഷൻസും ഉണ്ട്, അൺഫോർമാറ്റഡ് ഫങ്ഷൻസും ഉണ്ട്. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഇതാണ് ആ ക്ലാസിഫിക്കേഷന്, ഫോർമാറ്റഡ് ഫങ്ഷൻസും അൺഫോർമാറ്റഡ് ഫങ്ഷൻസും. ഫോർമാറ്റഡ് ഫങ്ഷൻസിൻ്റെ എക്സാമ്പിളാണ് പ്രിൻ്റ്എഫും സ്കാൻഎഫും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻ്റ്എഫിൻ്റെയും സ്കാൻഎഫിൻ്റെയും. പ്രിൻ്റ്എഫ് മോണിറ്ററിനകത്തോട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റിനകത്തോട്ട് ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ്എഫ് യൂസ് ചെയ്യുക. സ്കാൻഎഫ് യൂസ് ചെയ്യുക കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സിക്യൂഷൻ ടൈമിൽ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാനാണ് സ്കാൻഎഫ് യൂസ് ചെയ്യുക. ഇനി അൺഫോർമാറ്റഡ് ഫങ്ഷൻസിന് എക്സാമ്പിൾസ് ആണ് ഗെറ്റ് CH, ഗെറ്റ് കാർ, ഗെറ്റ്സ്, പുട്ട് CH, പുട്ട് കാർ, പുട്ട്സ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 ഫങ്ഷൻസ് റീഡിംഗ് ഫങ്ഷൻസ് ആണ്. അതായത് കീബോർഡിൽ നിന്ന് എക്സിക്യൂഷൻ ടൈമിൽ വാല്യൂസ് റീഡ് ചെയ്യാനും. അപ്പോൾ ഗെറ്റ് CH ചെയ്യുക, ഒരു ക്യാരക്ടർ റീഡ് ചെയ്യും, ഗെറ്റ് കാറും ഒരു ക്യാരക്ടർ റീഡ് ചെയ്യും, ഗെറ്റ്സ് ചെയ്യുക ഒരു സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ്
ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ അത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, ഒരു സിംഗിൾ ക്യാരക്ടർ അല്ല. അപ്പോൾ അങ്ങനെ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് സി യൂസ് ചെയ്യുക, സ്ട്രിങ് റീഡ് ചെയ്യാൻ. ഇനി പുട്ട് സി എച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടർ മോണിറ്ററിനകത്തോട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്ട് സി എച്ച് യൂസ് ചെയ്യുക. പുട്ട് കെയറും സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ്. പുട്ട്സ് യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ് മോണിറ്ററിനകത്തോട്ട് പ്രിൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതിനൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമാറ്റഡ് ഫങ്ഷൻസ് ഇറ്റ് റീഡ് ആൻഡ് റൈറ്റ് ഓൾ ടൈപ്സ് ഓഫ് ഡാറ്റ വാല്യൂസ്. അതായത് ഫോർമാറ്റഡ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ റീഡ് ചെയ്യാനും അതുപോലെ പ്രിൻറ്റ് ചെയ്യാനും പറ്റും. അത് ക്യാരക്ടർ ആയിക്കോട്ടെ, സ്ട്രിങ് ആയിക്കോട്ടെ, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിക്കോട്ടെ, ഇൻറ്റിജർ ടൈപ്പ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഡാറ്റയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനും അതുപോലെ റൈറ്റ് ചെയ്യാനും പറ്റും ഫോർമാറ്റഡ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫോർമാറ്റഡ് സ്ട്രിങ് നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അത് മോണിറ്ററിനകത്തോട്ട് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഏത് ഫോർമാറ്റിലാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ആ ഫോർമാറ്റഡ് സ്ട്രിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. സെക്കൻഡ് കേസിൽ, അൺഫോർമാറ്റഡ് ഫംഗ്ഷൻ്റെ കേസിൽ ഇത് ക്യാരക്ടറിന് മേലെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇൻറ്റിജർ വാല്യൂ റീഡ് ചെയ്യാനൊന്നും പറ്റില്ല, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വാല്യൂ ഒന്നും റീഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫോർമാറ്റഡ് സ്ട്രിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രിൻ്റ് എഫ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ടിൽ നിങ്ങൾക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് ഡബിൾ കോട്ടിനുള്ളിലായിട്ട് കൊടുക്കും. ഇതാണ് ഫോർമാറ്റഡ് സ്ട്രിങ്. അപ്പോൾ ഈ ഫോർമാറ്റഡ് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് %C, %D, %F, %S പോലുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫ്ലോട്ട് A = 10.5 ഇൻറ്റ് B = 20. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിട്ടുള്ള 10.5 എന്നുള്ള വാല്യൂ A എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, B എന്നുള്ള വേരിയബിളിനകത്ത് 20 എന്നുള്ള ഒരു ഇൻറ്റിജർ വാല്യൂവും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളത് പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റഡ് സ്ട്രിങ് ആയിരിക്കണം. സ്ട്രിങ് നിങ്ങൾ സാധാരണ ഡബിൾ കോട്ടിനുള്ളിലാണ് കൊടുക്കുക. അപ്പോൾ ഡബിൾ കോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ സ്ട്രിങ് വേണ്ടത് ആ ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് വാല്യൂ അറ്റ് A = 10.5 ആൻഡ് B = 20 അങ്ങനെയാണ് വേണ്ടത്. സോ 10.5 എന്നുള്ള വാല്യൂ വരുന്നത് A എന്നുള്ള വേരിയബിളിനകത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട്, അതായത് സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുക. അതുപോലെ 20 എന്നുള്ള വാല്യൂ വരുന്നത് B എന്നുള്ള വേരിയബിളിനകത്തു നിന്നാണ്. അപ്പോൾ ഈ %Dയുടെ സ്ഥാനത്ത് Bയുടെ വാല്യൂ റീപ്ലേസ് ചെയ്യും, %Fൻ്റെ സ്ഥാനത്ത് Aത്തുള്ള വാല്യൂ റീപ്ലേസ് ചെയ്യും. ഇങ്ങനെയാണ് പ്രിൻ്റ് എഫ് വർക്ക് ചെയ്യുന്നത്. ഇനി സ്കാൻഎഫ് നേരെ ഓപ്പോസിറ്റ് ആണ്. കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, സ്കാൻഎഫ് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഫോർമാറ്റഡ് സ്ട്രിങ് ആണ്. ദെൻ ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഏത് വേരിയബിളിനകത്തോട്ടാണോ വാല്യൂ റീഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ %D, %F, %C 3 വാല്യൂസ് ആണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആണ്. ആ റീഡ് ചെയ്യുന്ന വാല്യൂ var1 പേരിട്ടിട്ടുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആംപർസാൻഡ് കൊടുക്കൽ മസ്റ്റാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെമ്മറി അഡ്രസ്സിലോട്ടാണ് വാല്യൂ റീഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കീബോർഡിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യുമ്പോൾ അത് മെമ്മറിയിലോട്ട് റീഡ് ചെയ്യണം, മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യണം ആ വാല്യൂ. അപ്പോൾ ആ മെമ്മറി അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയാണ് ഇവിടെ ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. സോ ആംപർസാൻഡ് ഈസ് കോൾഡ് അഡ്രസ് ഓപ്പറേറ്റർ. അതുപോലെ സെക്കൻഡ് റീഡ് ചെയ്യുന്ന വാല്യൂ വേരിയബിൾ 2നകത്തോട്ട് പോകണം. മൂന്നാമത് റീഡ് ചെയ്യുന്ന വാല്യൂ വേരിയബിൾ 3നകത്തോട്ട് സ്റ്റോർ ചെയ്യണം. ഇത് യൂസറിന് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സ്കാൻഎഫ് വർക്ക് ചെയ്യുന്നത്. ഇനി ഗെറ്റ് കെയർ ഫംഗ്ഷൻ, അതായത് അൺഫോർമാറ്റഡ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിളാണ് ഗെറ്റ് കെയർ ഫംഗ്ഷൻ. കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗെറ്റ് കെയർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക, ഒരു സിംഗിൾ ക്യാരക്ടർ. അതായത് സ്കാൻഎഫ് %C ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ CH = get care of ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫോർമാറ്റഡ് സ്ട്രിങ് ഒന്നും കൊടുക്കുന്നില്ല. നേരത്തെ നമ്മൾ സ്കാൻഎഫിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫോർമാറ്റഡ് സ്ട്രിങ് കൊടുത്തു, ഇവിടെ ഫോർമാറ്റഡ് സ്ട്രിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഗെറ്റ് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്യുന്ന ക്യാരക്ടർ CH എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. പുട്ട് കെയർ നേരെ റിവേഴ്സ് ഓപ്പറേഷനാണ്, അതായത് മോണിറ്ററിനകത്തോട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഇത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ, ഇത് മോണിറ്ററിനകത്തോട്ട് അല്ലെങ്കിൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കീബോർഡിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യുന്നുണ്ട്, ആ റീഡ് ചെയ്ത വാല്യൂ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം എക്സാമ്പിൾ നമുക്ക് ലാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഗെറ്റ് സി ഫംഗ്ഷനുണ്ട്, പുട്ട് സി ഫംഗ്ഷനുണ്ട്. ഗെറ്റ് സി ഫംഗ്ഷന് ഒരു ക്യാരക്ടർ കീബോർഡിൽ ഒന്നുകിൽ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം. ചില കേസിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫയൽസ് ഉണ്ടാകും.
അപ്പോൾ പ്രോഗ്രാമിനകത്തോട്ട് ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് ആ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് ഫ്രം ദി കീബോർഡ് നമുക്കൊരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ഫയലിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ CH ഈക്വൽ ടു ഗെറ്റ് സി ഓഫ് STD ഇൻ. STD എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കീബോർഡാണ്. അപ്പോൾ കീബോർഡിൽ നിന്നൊരു ക്യാരക്ടർ റീഡ് ചെയ്യും, അത് CH എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇതേപോലെ ചില കേസിൽ നിങ്ങൾക്ക് ഫയലിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ക്യാരക്ടർ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ പോയിൻ്ററാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഫയൽ പോയിൻ്റർ എന്താണെന്നുള്ളതും നമുക്ക് പോയിൻ്ററിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഇതേപോലെ മോണിറ്ററിനകത്തോട്ട് അല്ലെങ്കിൽ മോണിറ്ററിൽ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുട്ട് സി ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ, ഏത് ക്യാരക്ടറാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വേരിയബിളിനകത്തുള്ള ക്യാരക്ടറാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇവിടെ STD ഔട്ടാണ്, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിനകത്തോട്ടാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു കേസിൽ പ്രിൻറ്റ് ചെയ്യുന്നത് ഫയലിനകത്തോട്ടാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ട വാല്യൂ CH എന്നുള്ള വേരിയബിളിനകത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ സാമ്പിൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലൈൻ C കമ്പൈലറാണ്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ യൂസ് ചെയ്ത കമ്പൈലർ തന്നെയാണ്, ഓൺലൈൻ കമ്പൈലർ. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമുക്ക് സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. #include stdio.h void main. നമുക്ക് 3 വേരിയബിൾസ്, 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം A, ഇതിനൊരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം B, then ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിട്ടുള്ള വേരിയബിളും ഡിക്ലെയർ ചെയ്യാം C. അങ്ങനെ 3 വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ 3 വേരിയബിൾസിനും വാല്യൂസ് റീഡ് ചെയ്യണം. സോ യൂസറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, എൻ്റർ 3 വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ എഴുതാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രിൻ്റ് സ്കാനഫ് യൂസ് ചെയ്തിട്ട് ഓരോന്നിനും ഓരോ പ്രിൻ്റ് സ്കാനഫ് യൂസ് ചെയ്തിട്ട് അങ്ങനെയും റീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരൊറ്റ പ്രിൻ്റ് തന്നെ 3 വാല്യൂസും എൻ്റർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് 3 സ്കാനഫ് സെപ്പറേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരൊറ്റ സ്കാനഫിനുള്ളിൽ തന്നെ ആ 3 വാല്യൂസും റീഡ് ചെയ്യാം. തൽക്കാലം ഞാനിവിടെ ഒറ്റ സ്കാനഫിനുള്ളിൽ തന്നെ 3 വാല്യൂസും റീഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ ടൈപ്പ് വാല്യൂ ആണ്. സോ %C കൊടുക്കുക. സെക്കൻഡ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആണ്. മൂന്നാമത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അങ്ങനെ %C, %D, %F. ഇനി അത് 3ഉം എങ്ങോട്ട് റീഡ് ചെയ്യണം എന്നുള്ളതും കൂടി പറഞ്ഞു കൊടുക്കുക. സോ ഫസ്റ്റ് റീഡ് ചെയ്യുന്ന വാല്യൂ ക്യാരക്ടർ ടൈപ്പ് ആയിട്ടുള്ള A എന്ന് പേരുള്ള മെമ്മറി ലൊക്കേഷനിലോട്ട് റീഡ് ചെയ്യണം, അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സിലോട്ട് റീഡ് ചെയ്യണം. ദെൻ സെക്കൻഡ് റീഡ് ചെയ്യുന്ന വാല്യൂ Bയിലോട്ട് റീഡ് ചെയ്യണം. മൂന്നാമത് റീഡ് ചെയ്യുന്ന വാല്യൂ Cയിലോട്ട് റീഡ് ചെയ്യണം. ആ 3 വാല്യൂസ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. printf, നമുക്കിവിടെ ഫോർമാറ്റഡ് മെത്തേഡ് യൂസ് ചെയ്യാം. ദ വാല്യൂസ് ആർ, ഈ ഒരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യണം. ദ വാല്യൂസ് ആർ %C, ഫസ്റ്റ് ക്യാരക്ടർ പ്രിന്റ് ചെയ്യാം, പിന്നെ ഇൻറ്റിജർ വാല്യൂ പ്രിന്റ് ചെയ്യാം, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ പ്രിന്റ് ചെയ്യാം. ഇനി %C, %D, %F എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റത്തെ ഒരു ക്യാരക്ടറാണ്, സെക്കൻഡ് വൺ ഒരു ഇൻറ്റിജർ ആണ്, മൂന്നാമത്തത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ആ 3 വേരിയബിളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഒരു ചെറിയൊരു ലോജിക്കൽ മിസ്റ്റേക്ക് അല്ല, പ്രോഗ്രാമിനകത്ത് എററൊന്നുമില്ല, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിസൾട്ടിൽ ഫോർമാറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സോ എൻ്റർ 3 വാല്യൂസ്. ഫസ്റ്റ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ക്യാരക്ടറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ S എന്നുള്ളൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം. സെക്കൻഡ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആണ്. സോ നമുക്ക് ഒരു 4 എന്നുള്ള വാല്യൂ ഇൻപുട്ട് ചെയ്യാം. മൂന്നാമത് ഇത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. നമുക്കൊരു 3.5 എന്നുള്ളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യാം. ഇനി അത് പ്രിന്റ് ചെയ്യുമ്പോൾ ദ വാല്യൂസ് ആർ, ആ 3 വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. S, 4, 3.5. ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക്. അതായത് ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും കൂടി ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ നമുക്ക്, അതിനാണ് ഫോർമാറ്റഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഒരു /n കൊടുക്കാം. അതായത് ഈ ക്യാരക്ടർ പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ, അതുപോലെ ഈ ഇൻറ്റിജർ വാല്യൂ പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലൈൻ. ഇനി F കഴിഞ്ഞ് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യണമെന്ന് ആവശ്യം വരുന്നില്ല.
ഇന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ 3 വാല്യൂസ്. ഫസ്റ്റ് ഒരു ക്യാരക്ടറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് ക്യൂ എന്നുള്ളൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം. സെക്കൻഡ് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് 12 ഇൻപുട്ട് ചെയ്യാം. മൂന്നാമത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്, 10.5ഉം ഇൻപുട്ട് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒക്കെ ദ വാല്യൂസ് ആർ ക്യൂ 12 10.5. അപ്പോൾ ഇതാണ് ഫോർമാറ്റഡ് ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിൽ ഔട്ട്പുട്ട് വേണോ ആ ഫോർമാറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാല്യൂസ് പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. ഇനി നമുക്ക് അൺഫോർമാറ്റഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർമാറ്റഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാരക്ടർ വാല്യൂസ് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാൻ നിങ്ങൾ നോർമലി ഫോർമാറ്റഡ് ഫംഗ്ഷൻ ആണെങ്കിൽ സ്കാൻഎഫ് ആണ് യൂസ് ചെയ്യുക, പ്രിൻ്റ് ചെയ്യാൻ പ്രിൻ്റ്എഫും യൂസ് ചെയ്യും. ഇവിടെ അൺഫോർമാറ്റഡ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനാണ് ഗെറ്റ് കെയർ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കെയർ ചെയ്യാന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ എനകത്തോട്ട് ഒരു വാല്യൂ റീഡ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെറ്റ് കെയർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഗെറ്റ് കെയർ ഓഫ്, അതായത് സ്കാൻഎഫിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ആ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം, അത് റീഡ് ആയോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. സോ പ്രിൻ്റ്എഫ് റീഡ് ക്യാരക്ടർ %c, %c എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, എ ആണ്. ഇപ്പം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഡിക്ലറേഷൻ ആണ്, അത് നമുക്ക് ഔട്ട്പുട്ടിൽ ഇവിടെ ഒന്നും കാണൂല. സെക്കൻഡ് ലൈനും നമുക്ക് ഔട്ട്പുട്ടിലൊന്നും കാണില്ല, ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനാണ്. അപ്പോൾ ഇത് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഇങ്ങനെ വെറുതെ സ്റ്റക്കായി നിൽക്കണ പോലെ തോന്നും. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നമ്മൾ ഇതിന് മേലെ ഒരു പ്രിൻ്റ്എഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. പ്രിൻ്റ്എഫ്, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്കാൻഎഫ് യൂസ് ചെയ്യുമ്പോൾ തൊട്ട് മേലെ ഒരു പ്രിൻ്റ്എഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എൻ്റർ എ ക്യാരക്ടർ. ഓക്കെ, എൻ്റർ എ ക്യാരക്ടർ. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ എ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്, നമ്മളൊരു ടി എന്നുള്ളൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം. സോ ദ റീഡ് ക്യാരക്ടർ ഈസ് ടി എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ സ്പേസും കൂടി കൊടുക്കുന്നത് നല്ലതാണ്, മറ്റേത് ടി ഇതിന് കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. സോ റീഡ് ക്യാരക്ടർ ഈസ് ടി എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെറ്റ് കെയർ ഫംഗ്ഷൻ. ഇനി പുട്ട് കെയർ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ പ്രിൻ്റ്എഫിന് പകരമായിട്ട്, ഇതിപ്പോൾ ഫോർമാറ്റഡ് ഫംഗ്ഷനാണ് പ്രിൻ്റ്എഫ്, അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് കെയർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അൺഫോർമാറ്റഡ് ഫംഗ്ഷൻ പുട്ട് കെയർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പുട്ട് കെയർ ഓഫ് എന്താണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. ഫോർമാറ്റഡ് സ്ട്രിങ്ങിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ ക്യാരക്ടർ, നമ്മൾ ആർ എന്നുള്ള ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തു, ആ ആർ ഇവിടെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് ആർ എന്നുള്ളത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ തൊട്ട് മേലെ എന്ത് ചെയ്യാം, ഒരു പ്രിൻ്റ്എഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ദ റീഡ് ക്യാരക്ടറൈസ് എന്നിട്ട് ഒരു പ്രിൻ്റ്എഫ് ഇവിടെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പുട്ട് കെയർ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഗെറ്റ് സി ഫംഗ്ഷനും പുട്ട് സി ഫംഗ്ഷനും നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എൻ്റർ എ ക്യാരക്ടർ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എ എന്നുള്ള വേരിയബിളിനകത്തോട്ട് ഗെറ്റ് സി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ക്യാരക്ടർ റീഡ് ചെയ്യണം. അത് എവിടെ നിന്ന് റീഡ് ചെയ്യണം, അത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ std ഇൻ കൊടുത്തത്. റീഡ് ചെയ്ത ഈ ക്യാരക്ടറിനെ എന്ത് ചെയ്യാം, നമുക്ക് മോണിറ്ററിനകത്തോട്ട് പ്രിൻ്റ് ചെയ്യാൻ പുട്ട് സി ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ പുട്ട് സി ഓഫ് എന്തിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം, എനെ ഡിസ്പ്ലേ ചെയ്യിക്കണം. എങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം, std ഔട്ട്, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിനകത്തോട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ എ ക്യാരക്ടർ w. സോ ആ ഡബ്ല്യൂടെ ഔട്ട്പുട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെറ്റ് സിയും പുട്ട് സിയും ഫംഗ്ഷൻസ്. ഇതേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫയലിനകത്തുനിന്നും റീഡ് ചെയ്യാം. അത് ഫയൽ പോയിന്ററിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോഴേ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.